കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിലുള്ള തർക്കം അതിസങ്കീർണ തലത്തിലേക്ക്. നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പങ്കുവച്ചു. മോദിയുടെ ഊർജ്ജവും ഇടപെടലും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണെന്ന് തരൂർ ലേഖനത്തിൽ പറയുന്നു. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുന്നുണ്ട്. ശരത് ലാൽ, തുറന്ന ഒരു പ്രതികരണത്തിലേക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് തരൂർ കടക്കുന്നു എന്ന് തന്നെയാണ് ലേഖനത്തിലെ ഓരോ വരികളും ചൂണ്ടിക്കാണിക്കുന്നതും. എന്തൊക്കെയാണ് ലേഖനത്തിലുള്ളത്? വിശദാംശങ്ങൾ. അഖില പറഞ്ഞ പോലെ തന്നെ ഒരു സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം ഹിന്ദു ദിനപത്രത്തിൽ ഇന്ന് പേര് വെച്ചെഴുതിയ ലേഖനത്തിലാണ് നരേന്ദ്രമോദിയുടെ ചലനാത്മകതയും അതുപോലെ ഊർജ്ജസ്വലതയും ഇന്ത്യക്ക് മുതൽക്കൂട്ടാണെന്ന് വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ചോളം നേരത്തെ കോൺഗ്രസിനോട് ശശി തരൂർ നൽകിയ വിശദീകരണം താൻ വിദേശത്ത് വെച്ച് വിദേശ നയത്തെയാണ് പ്രകീർത്തിച്ചത് എന്നാണ്. ഇന്ത്യയിൽ വെച്ച് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന ഇന്ത്യയിലെ ഒരു ആംഗലേയ പത്രത്തിന് ഈ നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്ന അല്ലെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പേരിൽ നരേന്ദ്രമോദിയെ വ്യക്തിപരമായി പുകഴ്ത്തുന്ന പരാമർശങ്ങൾ അടങ്ങിയ ലേഖനമാണ് ഇന്ന് ശശി തരൂർ പേര് വെച്ച് എഴുതിയത്. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇതൊരു സങ്കീർണ വിഷയമാണ്. ഇനിയും ശശി തരൂരിൻ്റെ ഈ നിലപാടുകളോട് എങ്ങനെ അവഗണിച്ച് മാത്രം മുന്നോട്ട് പോകുമോ അല്ലെ പ്രതികരിക്കുമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ ആശയക്കുഴപ്പമുള്ളത്. ഏതായാലും കെ സി വേണുഗോപാൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറില്ല. ഇന്ന് താൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കില്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം ശശി തരൂരിനെതിരെ എങ്ങനെ നീങ്ങണം എന്നത് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ട്. ഒരു ഭാഗം അവഗണിക്കാൻ പറയുമ്പോൾ മറുഭാഗം, അതായത് ജയറാം രമേശും കെ.സി. വേണുഗോപാലും അടക്കമുള്ള പ്രമുഖ ജനറൽ സെക്രട്ടറിമാർ പറയുന്നത് അദ്ദേഹത്തിന് നടപടി വേണമെന്നാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ സമയത്താണ് കൂടുതൽ കോൺഗ്രസിനെ നടപടിയെടുക്കാൻ നിർബന്ധിതമാക്കുന്ന രീതിയിൽ ശശി തരൂർ ലേഖനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ശശി തരൂർ നേരത്തെ ആവശ്യപ്പെട്ട പ്രകാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് സമയത്തും രാഹുൽ ഗാന്ധിയെ കാണാമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ഒരു തവണ കോൺഗ്രസ് LOPL, അതായത് പ്രതിപക്ഷ നേതാവിനെ കാണാൻ അനുവാദം ചോദിക്കും. അതേസമയം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ശശി തരൂർ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനോട് ഇനി എങ്ങനെയായിരിക്കും കോൺഗ്രസിൻ്റെ പ്രതികരണമെന്ന് കാത്തിരുന്നു കാണേണ്ടി വരും. അഖില, അത് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും പുകഴ്ത്തിക്കൊണ്ടുള്ള ലേഖനമാണ് ശശി തരൂരിൻ്റേത്. ഇതിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എങ്ങനെ എത്തുമെന്നുള്ളതിൽ ആശയക്കുഴപ്പത്തിലാണ് കോൺഗ്രസും ഉള്ളത്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.